അടുത്ത് ആൾക്കാരുണ്ട്, 200 അടുത്ത്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ട് ഇവിടെ. അവർ ബോംബെയിൽ ഇങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു, സൈക്കാട്രി ആയിട്ടുള്ളവർ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ബദ്ലാപൂർ തന്നെയുള്ള ഒരു സെൻറ്റ് ക്ലാരറ്റ് ആശ്രമത്തിലേക്ക് പോവുകയാണ് നമ്മുടെ സോഷ്യൽ ആക്ഷൻ ഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ. ഞങ്ങൾ സോഷ്യൽ ആക്ഷൻ ഫോഴ്സ് രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ ഒരു സോഷ്യൽ സർവീസ് എന്നുള്ള രീതിയിൽ ഒരു ആക്ടിവിറ്റി നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. വളരെ ഡൊണേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തെങ്കിലും ഏതെങ്കിലും ഒരു ആശ്രമത്തിലോ അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിലോ പോയിട്ട് ഒരു സേവനം എന്നുള്ള രീതിയിൽ നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളൊരു ആദ്യമായിട്ടുള്ളൊരു ഉദ്യമനാണിത്. ഞങ്ങളുടെ സോഷ്യൽ ആക്ഷൻ ഫോഴ്സ് വളണ്ടിയർമാരെല്ലാവരും കൂടെ ഇവിടെ ബദ്ലാപൂർ ഈസ്റ്റിലുള്ള സെൻറ്റ് ക്ലാരറ്റ് ആശ്രമത്തിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ അവിടെ എത്തിയിട്ട് പറയാം. ഏതായാലും തൽക്കാലം നമ്മൾ അവിടത്തേക്ക് കൊടുക്കാൻ വേണ്ടി അത്യാവശ്യം സാമഗ്രികളൊക്കെ വാങ്ങിയിട്ടുണ്ട്. എൻ്റെ കൂടെ നമ്മുടെ ആക്ഷൻ ഫോഴ്സിൻ്റെ വളണ്ടിയർമാരും ഉണ്ട്. നമ്മുടെ അബ്രഹാം ചേട്ടൻ, പിന്നെ ഉജിത്തേട്ടൻ, പിന്നെ നമ്മുടെ ക്യാമറമാൻ, ഇനിയും 2 പേര് നമ്മുടെ ഓൺ ദ വേ നമുക്ക് കയറാനുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇവിടെ ആശ്രമത്തിലെത്തി. ഓൺ ദ വേ നമ്മുടെ കൂടെ കുറച്ച് വളണ്ടിയർമാരും കൂടെ കൂടിയിട്ടുണ്ട്. കോമളദാസ് ഏട്ടനും ജ്യോതി ചേച്ചിയും ഗോപകുമാർ ഏട്ടനും പിന്നെ യോഹന്നാൻ സാറും. ഇതാണ് നമ്മുടെ ക്ലാരറ്റ് ആശ്രമം. നമുക്ക് അച്ഛൻ എവിടെയാണെന്ന് നോക്കാം. എൻ്റെ പേര് ഡൈൻ ഡെസ്റ്റിറ്റ്യൂട്ട് ഹോം എന്നാണ്. അപ്പം ഭിക്ഷ യാചിക്കുന്ന ആൾക്കാർ കുറച്ച് നാളും കൂടി ജീവിക്കാം, പുറത്ത് ജീവിക്കാം, അങ്ങനെയുള്ളൊരു ഇടയ്ക്കല്ല. കുറച്ചും കൂടെ സീരിയസ് ആയ പേഷ്യൻ്റ്, മരിക്കാനുള്ള സാധ്യതയാണ്, അങ്ങനെയുള്ള പേഷ്യൻ്റാണ് കൂടെ കൂടുതലും വരുന്നത്. വളരെ ലാസ്റ്റ് സ്റ്റേജിലുള്ള ആൾക്കാർ. എന്നിട്ട് നമ്മളിവരെ ബെറ്റർ ആക്കുന്നു. ഇപ്പോൾ നമ്മളവിടെ പോയി കാണുമ്പോൾ ഇവരാരും ഇങ്ങനെയുള്ളവരായിരുന്നില്ല. ഇത് പുഴുവൊക്കെ പിടിച്ച്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അനുഭവമായിരുന്നു. കാരണം 150 പേരെ എല്ലാ ദിവസവും ഭക്ഷണം കൊടുത്ത് ഇവിടെ ഇങ്ങനെ പോറ്റുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാരിച്ച ചിലവാണ്. എല്ലാവരും ആദ്യമായിട്ട് കാണുന്നതാണ്. അതെ എല്ലാവരും ആദ്യമായിട്ട്, എല്ലാവരും മലയാളം. എല്ലാം നമ്മുടെ സമാജത്തിൻ്റെ ഗോവയിട്ട് നമ്മുടെ സമാജം തുടങ്ങിയ ആളാണ് 26 വർഷങ്ങൾക്ക് മുന്നേ. എപ്പോഴും ഇപ്പോൾ അമ്പലമായിട്ടും അല്ലെ എങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എപ്പോൾ പറഞ്ഞാലും ആൾ റെഡിയാണ്. അത് കാശ് കൊണ്ടായാലും അല്ലെങ്കിൽ ശരീരം കൊണ്ടായാലും എങ്ങനെ സഹായിക്കാന്ന് വെച്ചാൽ എപ്പോഴും സഹായിക്കുന്ന വ്യക്തിയാണ്. റെയിൽവേന്ന് റിട്ടയർ ആയി ഇപ്പം വിശ്രമ ജീവിതം നയിക്കുകയാണ്. അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഹന്നാൻ സാറിന് പരിചയമുണ്ടോ? അബ്രഹാം ചേട്ടൻ വന്നിട്ട് ഇപ്പോൾ വ്യക്തിയാണ്. ഉജിത്തേട്ടൻ ഇവിടെ AC-യും ഫ്രിഡ്ജും ഒക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പും അത് മെക്കാനിക്കാണ്. ജ്യോതി ചേച്ചി ഗോവേട്ടൻ്റെ വൈഫാണ്. എല്ലാവരും പൊതുപ്രവർത്തനത്തിൽ. അതുകൊണ്ടാണല്ലോ ഞാൻ ഇന്നലെ രാവിലെ മെസ്സേജ് ഇട്ടതാ. ഇന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത്രയും പേര് റെഡിയായി കുറേ സാധനങ്ങളൊക്കെ വാങ്ങി ഇവിടെ എത്താൻ സാധിച്ചു എല്ലാവർക്കും. 2013 ഈ ബോംബെയിലെ സ്ലമ്മിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നാട്ടിൽ നിന്ന് പോകുന്നതാണ്. ഇവിടെ വന്ന 2018 വരെ സ്ലമ്മിൽ താമസിച്ചു. ചെമ്പൂര് ഒരു മലയുടെ മുകളിലൊരു ഡിയോണർ സൈഡ്, അവിടെ മാൻകൂടി ചെമ്പൂര്. കഴിഞ്ഞ ദിവസം ഇന്നലെ കൊണ്ടുവന്ന ആള് സൈക്കാട്രിയാണ്. ആ മലയാളി പയ്യൻ ഭയങ്കര അവനിപ്പോൾ ആ മുറിയിലിട്ടിട്ട് അതിന് മുകളിൽ കയറി ഇരിക്കുക, ഗ്രില്ലിൻ്റെ മുകളിൽ കയറി ഇരിക്കുക. അത്രയും സൈക്കാട്രിയാണ്. പിന്നെ അവർക്കുള്ള ഗുളികയൊക്കെ കൊടുക്കും നമ്മളിവിടെ. പേഷ്യൻസ് ഇതൊക്കെ റോഡിൽ ഇങ്ങനെ ഏത് നമ്മള് കൊണ്ടുവന്ന വിനീത് എന്ന് പറഞ്ഞ പയ്യൻ സെല്ലിനകത്താ ഉള്ളത്. അവൻ ആള് കുറച്ച് പ്രശ്നക്കാരനാണെന്നാ പറയുന്നത്. അങ്ങനെയുള്ളവരെ അടച്ചിടാനുള്ളതാണ് ഇങ്ങനെയുള്ള സെല്ലുകൾ, മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി തന്നെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ വിളി വന്നു. പിന്നെ ഈ ഇറങ്ങാൻ പറ്റാത്തവരേ ഉള്ളൂ. ഇത് ഇവിടുത്തെ ICU സെക്ഷനാണ്. ഇവിടെ ഫോട്ടോയും ഈ വാർഡിലാണ് സ്വന്തം കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കിടത്തുന്ന
എല്ലാവരും ഏതെങ്കിലും രീതിയിൽ അംഗവൈകല്യം സംഭവിച്ചവരും അങ്ങനെയുള്ളവരൊക്കെയാണ് ഉള്ളത്. ഇങ്ങനെയുള്ള 150 പേരാണ് ഇവിടെ ഉള്ളത് എന്നാണ് പറയണത്. आइए हमारा लास्ट एक नया आदमी आया था, उसको रेलवे स्टेशन से मिला, वो उसको लेके आया। ये केरला समाज बदलापुर यूनिट में हमारे आश्रम में आया। हमारा सारा प्रेसिडेंट है, बाद में ये लोग आपको बताएगा। केरला समाज का मेंबर्स है, हम ताली बजा के अच्छा से वेलकम करेंगे। मैं किधर था? ന്യൂയോർക്ക് में था। उसको बीवी को कैंसर था, ഭാര്യയ്ക്ക് ക്യാൻസർ ആയതുകൊണ്ട് അതിൻ്റെ ചികിത്സിച്ച് എല്ലാം തീർന്നു. പിന്നെ എങ്ങും പോകാനിടയില്ല, നമുക്ക് ഇവിടെ പോകും. എൻ്റെ പേര് ഡേവിഡ് പോൾ, ഞാൻ തൃശ്ശൂർ. एक वार्ड है, ഇതോടെ കുറച്ചുകൂടി നല്ല ആൾക്കാർ ഇവിടെ സുഖപ്പെട്ട് നല്ല ആൾക്കാർ ഇവിടെ താമസിക്കുന്നു. നടുക്കുള്ളവർക്ക് നമ്മുടെ ഒരു സീരിയസ് പേഷ്യൻ്റ് ആയിരുന്നു. അങ്ങേയറ്റത്തുള്ള വാർഡ് സൈക്കാട്രി പേഷ്യൻ്റൊക്കെ ആയിട്ട്. നമുക്കിതിന് താഴെ ഒരെണ്ണമുണ്ട്, അവിടെ ഇതുപോലെ തന്നെ സീരിയസ് പേഷ്യൻ്റ് ഉണ്ട്. ये इधर बहुत गाना ये खुद कंपोज कर का है। आप डांस कर रहे? डांस आते? थोड़ा दिखाओ। ये लोग भी करेगा। डांसर I am a disco dancer. जिंदगी की रंगाना किसी का दीवाना घूमो फेरो मेरे साथ नाचोगा I am a disco dancer. हाँ, वेरी गुड। इसको लेके जाना। അപ്പോൾ നമ്മൾ എത്ര ഡാൻസ് ചെയ്യണം? ഇത് ഞങ്ങൾക്കൊരു ഡാൻസിങ് എക്സസൈസ് ഉണ്ട് ഇവിടെ വൈകുന്നേരം 1 മണിക്കൂർ. അപ്പോൾ അവർ ഇത് കോളിക്കോട് വട്ടം നടക്കും. എല്ലാവരും നടക്കുമ്പം ഇവിടെ പാട്ടിട്ട് കൊടുക്കും, അവർ ഡാൻസ് ചെയ്തുകൊണ്ട് നടക്കും. ഒരു മൂവ്മെന്റ് കൈക്കും കാലിനും ഒക്കെ കിട്ടും, അതവർക്ക് ഇഷ്ടമാണ്. ഇതിലെ കൂടെ ഇങ്ങനെ റൗണ്ട് അടിക്കും, നടക്കും സ്പീഡിൽ. और क्या चाहिए आप लोग को? फादर जिस तरीके से आप लोग को सपोर्ट कर रहे हैं, है ना, आप लोग सब घर पे रहेगा तो इतना खुश रहता था क्या? घर पे रहेगा तो इतना खुश रहता था क्या? नहीं ना, इधर ज्यादा खुश है सब लोग, बराबर ना? और क्या चाहिए? हम लोग को लगता है कि इधर आके और अच्छा एंजॉय कर सकते हैं। घर पे तो हम पड़ा रहते हैं, मोबाइल देख के बैठा रहता है, टीवी देख के बैठा रहता है। आप लोग को इधर आपस में बात करने के लिए, मजाक मस्ती करने के लिए, खेलने के लिए बहुत दोस्त लोग है ना? और क्या चाहिए, है ना? अभी ऐसे मत सोचना कि आप जिंदगी में अकेले हैं। आप लोग अकेला नहीं है। हम लोग को मालूम नहीं था कि इतने सारे लोग, आप हमारे भारतवासी, आप सब लोग इधर आके रह रहे हैं, हम लोग को मालूम ही नहीं था। अभी हम लोग बदलापुर मलयाली समाज का लोग है, तो आगे से हमेशा आपके साथ रहेंगे। कुछ भी आप लोग के लिए जरूरी पड़ेगा, कुछ भी आपको तकलीफ होएगा, हमारे समाज के लोग हमेशा आपके साथ में रहेंगे। आप मिलजुल के रहिए, खुशी खुशी रहिए, इतना ही मैं विनती देता हूँ। थैंक यू सो मच। ഞങ്ങൾ പോയിട്ട് വന്നേ ഉള്ളൂ. അടുത്ത ആഴ്ച കൊണ്ടുപോകാം. എല്ലാം ഞാൻ തന്നെ
ഒരുപാട് ഇപ്പൊ പാടിയല്ലോ. എങ്ങോട്ടാണ് തിരുക്കം നീ തനിച്ചല്ലേ പേടിയായില്ലേ കൂട്ടിന് ഞാനും വന്നോട്ട്. അതല്ല അത് എല്ലാവരും വന്നില്ലേ കാണാൻ അല്ലേ മതി അതാണ് സന്തോഷമായില്ലേ? ആ, അവരെനിക്ക് ചിക്കൻ ബിരിയാണി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, നിനക്ക് തരാം. ഞാൻ പിന്നെ തരാം കേട്ടോ. ചിക്കൻ വേണ്ടിയൊന്നും പോട്ടെ കഞ്ഞി സാർ, ഈ ആശ്രമേ ഇവർക്ക് എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട്. അപ്പം ഓരോരോ കഴിവുകളാണ്. അത് വൈകുന്നേരം 1 മണിക്കൂർ ഇവർക്കുണ്ട്. അവർ ഡാൻസ് ചെയ്യാം, പാട്ട് പാടാം. 1 മണിക്കൂർ എല്ലാവരും വരും ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കഴിവ് ദൈവം കൊടുക്കും. റൈസ് ഖാൻ പുള്ളി ഡോക്ടർ പറഞ്ഞ് ഇദ്ദേഹം മരിച്ചെന്ന് പറഞ്ഞു. ഇപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ മരിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ബോംബെയിൽ നിന്ന് കിട്ടിയതാണ്, ജെ ഹോസ്പിറ്റൽ. പുള്ളിയുടെ എല്ലാ സ്ഥലത്തും പുഴുവായിരുന്നു, 7 സ്ഥലത്ത് പുഴുവായിരുന്നു. പുള്ളി റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു കവറിട്ട് കിടക്കുമായിരുന്നു. ഡോക്ടർ പറഞ്ഞ് മരിക്കുമെന്ന് പറഞ്ഞു ജെ ഹോസ്പിറ്റലിലെ. അപ്പോൾ ഇവിടെ വരാൻ 3 മണിക്കൂർ എടുക്കും. അപ്പോൾ ഉറപ്പായിട്ട് വണ്ടിയായിരുന്നു മരിക്കേണ്ടെന്ന് കരുതി പോലീസിനോട് ഞാൻ പറഞ്ഞത് ഞാൻ കൊണ്ടുപോകുന്നില്ല, പുള്ളി മരിക്കുമല്ലോ. അപ്പം പോലീസ് പറഞ്ഞു അച്ഛൻ എടുത്തില്ലെങ്കിൽ ഇദ്ദേഹത്തെ ആരും എടുക്കാനില്ല, ഞങ്ങൾക്കറിയാം ഇദ്ദേഹത്തിന് എന്നാ സംഭവിക്കുന്നത്, മുനിസിപ്പാലിറ്റിക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അത് എന്നെ സ്പർശിച്ചു. അപ്പം ഞാനെടുക്കില്ല, വേറെ ആരും എടുക്കാനില്ലെന്ന് പോലീസ് പറഞ്ഞപ്പോൾ അത് എന്നെ സ്പർശിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടിക്കകത്ത് ഇട്ടോളം പറഞ്ഞു, മരിക്കണമെങ്കിൽ വണ്ടിക്കകത്ത് ഇരുന്ന് മരിക്കട്ടെ. ഇത് 4-5 വർഷത്തെ മുമ്പത്തെ കേസ് ഞാൻ പറയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട് തിരിയുന്നുണ്ട്, പുള്ളി മരിച്ചല്ലോ എന്നൊക്കെ. പോലീസ് പറഞ്ഞല്ലോ, ഡോക്ടർ പറഞ്ഞല്ലോ 1 മണിക്കൂറിനുള്ളിൽ മരിക്കുമെന്ന്. ഇവിടെ വന്നു ഈ പുള്ളിക്ക് മാത്രം കൊടുത്ത് 2 മണിക്കൂർ കൊടുക്കണം. ഡ്രസ്സിങ് എല്ലാം ചെയ്ത് 2 മണിക്കൂറുണ്ട്. പുള്ളിയുടെ എല്ലാം മുറിവും വെച്ച് കെട്ടി. എല്ലായിടത്തും പുഴുവായിരുന്നു, ടെസ്റ്റിക്ക് എല്ലായിടത്തും. പുള്ളിയുടെ എല്ലാ ശരീരത്തിൽ എവിടെയെല്ലാം അവയവങ്ങളുണ്ട് അവിടെ എല്ലാം പുഴു. പക്ഷെ പുള്ളി 6 മാസം കൊണ്ട് ബെറ്ററായിട്ട് വന്നു. അപ്പം റൈസ് ഖാൻ അയ്യേ ഇതൊരു ആകെയാവും, ഇതൊക്കെ നല്ലതാ. ഈ കോർപ്പക്കർണേസിയായ പൊളിയേട്ടൊരു സിംഗറാണ്. ഇവരെ ഇങ്ങനെ ഓരോ മ്യൂസിക്കൊക്കെ പാട്ടൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഇന്ന് തൊട്ട് വന്നതാണ്. ആചാര്യന്മാരെ ഞാൻ പോട്ടെ, ശരി. അങ്ങനെ പറയാം. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. നമ്മുടെ ജോളി ചേച്ചി ഇവിടെ ഉണ്ട് എല്ലാ സഹായത്തിനും. ജോളി ചേച്ചിയോട് സംസാരിക്കാം. വരും ജോളി ചേച്ചി, ഹലോ, നിങ്ങൾ ലൈവാണ് ഇവിടെ. ലൈവൊന്നും വേണ്ട. ജോളി ചേച്ചി നമ്മുടെ സ്ത്രീ ശക്തിയുടെ പ്രധാനപ്പെട്ട ആളാണ്. ഇവിടെ ഈ ആശ്രമത്തിൽ എപ്പോഴും സഹായിക്കാനൊക്കെ വരും. ഇപ്പൊ നല്ല, അതെ, ഇവിടെ സുരേന്ദ്രേട്ടന്റെ വൈഫാണ്. ചേച്ചി എന്താ ഇവിടെ കുക്ക് ചെയ്തോണ്ടിരിക്കുന്നത്? ഞാനിവിടെ ചുമ്മാ ഒന്ന് കാണാൻ വന്നതാണ് ആദ്യം. അത് കഴിഞ്ഞ് തോന്നി ഇങ്ങനെ 2 ദിവസം ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന്. 2 ദിവസം വന്നു. അത് കഴിഞ്ഞൊരു 3 ദിവസമാക്കി. ഇപ്പം ഞാൻ 5 ദിവസം വരുന്നുണ്ട്. എല്ലാ ആഴ്ചയും 5 ദിവസം വരുന്നുണ്ട്. ഇനി വരിക, കിച്ചണിലൊക്കെ സഹായിക്കുക. ഓ ചാലു കയറോ. ഇങ്ങനെ പോകുന്നു. എത്ര കാലമായിട്ട് വരുന്നുണ്ട് ചേച്ചി ഇപ്പൊ? പിന്നെന്താ വേണ്ടേ? അത് ഒരു സന്നദ്ധ സേവനം പോലെയാണ് ചേച്ചി ചെയ്യുന്നത്, അല്ലാതെ ഒരു ശമ്പളം വാങ്ങിയിട്ടുള്ള ജോലിയൊന്നും അല്ല. ഈ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സേവനമാണ് ജോളി ചേച്ചി ഇവിടെ ചെയ്യുന്നത്, അല്ലേ? പിന്നെന്ത് വേണം? ഇവിടെ ഇഷ്ടം പോലെ സ്റ്റോറേജ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഫ്രീസർ. നമ്മുടെ അത് പിടിച്ചു. ആഴ്ചയിൽ 2 ദിവസം ചിക്കൻ. വെജ് കഴിക്കുന്നുണ്ട്. അവർക്ക് വെജ് കൊടുക്കും. ബാക്കിയുള്ളവർക്ക് ഡെയിലി നോൺ വെജ് ഉണ്ട്. ആഴ്ച 2 ദിവസം അവർ ഈ ചിക്കൻ കൊടുക്കും. ബാക്കിയുള്ള ദിവസം മീൻ കൊടുക്കും.
ഇപ്പൊ ഞാൻ അകത്ത് കയറി പോയപ്പം പച്ചക്കറി സ്റ്റോറും ഫുള്ള് കാലിയായി കിടക്കുക. ഞാൻ മിനിങ്ങന്ന് വന്നപ്പം ഒരുപാട് പച്ചക്കറി ഉണ്ടായി. അങ്ങനത്തെ ഓരോരുത്തർ വരുന്നവർ ഒക്കെ ചെയ്യുന്നുണ്ട്, ഓരോരുത്തർ വരുന്നവരും ചെയ്യുന്നുണ്ട്. എവിടെയാണ് താമസം? ഞാൻ ഇവിടെ തന്നെയാണ് താമസം. കല്യാണുള്ള വീട്, കല്യാണുള്ള വീട്. സനിൽ, കുറച്ച് വർഷം മുമ്പത്തെ ഫോട്ടോ ഇയാൾ മണ്ണായാലും കഴിക്കണേ. ഫാദർ റോബിൻ നമ്മുടെ കൂടെ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി, നമ്മുടെ സമാജത്തിലെ ആൾക്കാർക്ക് വേണ്ടി ഒരു 2 മിനിറ്റ് നമുക്ക് തരാമെന്ന് പറഞ്ഞു. നമുക്ക് ചില്ലറ കാര്യങ്ങൾ ഈ ആശ്രമത്തെക്കുറിച്ചും ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അച്ഛനോട് ചോദിച്ചറിയാം. ഫാദർ, ഈ ഒരു ആശ്രമത്തിൻ്റെ ബേസിക് ഇതിൻ്റെ പേര് ഇപ്പോൾ സെൻറ്റ് ക്ലാരറ്റ് ആശ്രമം എന്ന് പറയുന്നത് എന്താണ്? ഈ സംഘടന എവിടെയൊക്കെയുണ്ട്? കുറേ ആശ്രമങ്ങളുണ്ടോ? ഇത് ആരാണ്? ഇതിൻ്റെ മാനേജ്മെന്റ് എന്താണ്? എങ്ങനെയാണ് ഇതിൻ്റെ ഈ സംഘടനയുടെ അസ്തിത്വം? ഇത് ഞങ്ങൾ മിഷണറി വൈദികരാണ്, ഫാദേഴ്സാണ്. സെൻറ്റ് ക്ലാരറ്റ് സ്ഥാപിച്ച ഒരു കോൺഗ്രിഗേഷനാണ്. അപ്പോൾ ഇതിനകത്തെ ഒരു അംഗമാണ് ഞാൻ. ഇത് ഇവിടെ ഇപ്പോൾ ഇന്ത്യയിലും മറ്റ് പല രാജ്യങ്ങളിലുമായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ ബോംബെയിലെ നമ്മുടെ ആദ്യത്തെ സെൻ്ററാണ് സെൻറ്റ് ക്ലാരറ്റ് അനാഥാശ്രമം. ഇന്ത്യയിൽ മൊത്തം ഇതിന് എത്ര ബ്രാഞ്ചസ്? ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലായിട്ട് വർക്ക് ചെയ്യുന്നു. പല സ്റ്റേറ്റുകളിൽ ഇപ്പം കേരളത്തിലുണ്ട്, തിരുവനന്തപുരത്ത്, അങ്ങനെയുള്ള പല സ്റ്റേറ്റുകളിലായിട്ട് വർക്ക് ചെയ്യുന്നു. മഹാരാഷ്ട്രയിൽ ഇത് മാത്രം? മഹാരാഷ്ട്രയിൽ ഇത് മാത്രമാണ്. അപ്പോൾ ഇതിന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മിഷനറിയോ ഒരു ഇങ്ങനെയില്ലേ? അതെ അതെ അതെ, അതാണ് സെന്റ് ക്ലാരറ്റ് മേഴ്സി ഫൗണ്ടേഷന്റെ കീഴിലാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യുന്നത്. ആ ഫൗണ്ടേഷൻ എവിടെ? അവരുടെ ഓഫീസും കാര്യങ്ങളും അത് ബോംബെ തന്നെയാണ്. ബോംബെ തന്നെയാണ്. ഇവിടെയാണ് ബോംബെയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇപ്പം നമ്മൾ മധ്യപ്രദേശിൽ സത്നയിൽ ഇതുപോലെ ഒരു സെന്റർ തുടങ്ങിയായിരുന്നു. അത് തുടങ്ങിയിട്ട് നമ്മൾ അവിടുത്തെ അച്ഛന്മാരെ ഏൽപ്പിച്ചു. എത്ര വർഷം പഴക്കമുണ്ട് ഈ ഒരു ഓർഗനൈസേഷൻ? ഈ ഓർഗനൈസേഷൻ 6 വർഷം 2019 തുടങ്ങിയതാണ്. ഈ സെന്റ് ക്ലാരറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് 2019 നമ്മൾ ഈ ഒരു ഫൗണ്ടേഷന്റെ കീഴിൽ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയിട്ട് നമ്മുടെ ആരംഭിച്ചത്. 10 വർഷം കൊണ്ട് നമ്മൾ ഇത്രയും, അപ്പൊ മൊത്തം ഈ ഒരു സംഘടന 6 വർഷം കൊണ്ട് 6 വർഷം കൊണ്ട് ആണ് ഈ ഒരു ഇത് ഡെവലപ്പ് ചെയ്തത്. 6 വർഷം കൊണ്ട് നമ്മളൊരു 400 പേരെ നമ്മൾ സ്ട്രീറ്റിൽ നിന്ന് റെസ്ക്യൂ ചെയ്തു. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർ ഭൂരിഭാഗവും പിന്നെ എന്താണ്, എങ്ങനെയാണ് അവർ ഇവിടെ എത്തിപ്പെടുന്നത്? അതായത് പോലീസ് മുഖാന്തരാണോ, അതോ ഞങ്ങളെ പോലെയുള്ള സോഷ്യൽ ഇങ്ങനെ വളണ്ടിയർമാർ മുഖാന്തരാണോ, അതെങ്ങനെയാണ്? കൂടുതലും നമ്മളിവിടെ ബോംബെയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും, മിക്ക പോലീസ് സ്റ്റേഷനിലും ഇവിടുത്തെ കോൺടാക്ട് നമ്പറുകളുണ്ട്. അപ്പം അങ്ങനെ അവർക്കൊരു പേഷ്യൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മളെ ഇവിടെ ആ പേഷ്യൻറ്റ് ഇവിടെ അഡ്മിറ്റ് ആക്കാവുന്ന അവർ നമ്മളെ വിളിച്ചു ചോദിക്കും. അപ്പം അങ്ങനെ അവർ നമുക്ക് ഫോട്ടോ അയച്ചു തരും, വീഡിയോ അയച്ചു തരും. നമ്മളത് കണ്ടതിന് ശേഷം അവരോട് പറയും, നമ്മൾ കൊണ്ടുവരാൻ പറയും. ഇല്ലെങ്കിൽ ഇതുപോലെ ഇവിടെ വന്ന് കണ്ടതിന് ശേഷം പോയ സാധാരണ ആൾക്കാരുണ്ട്, NGOയിലുള്ള ആൾക്കാർ പ്രവർത്തിക്കുന്നവർ. അവർ പോയതിന് ശേഷം അവർക്ക് ഇവിടുത്തെ നമ്പറുണ്ട്. അപ്പം അവർ ഇങ്ങനെ ഒരു റോഡിൽ ഒരു പേഷ്യൻ്റ് ഇരിക്കുന്നു, റെയിൽവേ സ്റ്റേഷനിൽ ഒരു പേഷ്യൻ്റ് ഇരിക്കുന്നു, അങ്ങനെ എവിടെയെങ്കിലും ഒരു പേഷ്യൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ നമ്മളെ വിളിക്കുകയും ആ ഒരു വീഡിയോ, ഒരു ഫോട്ടോ നമുക്ക് അയച്ചു തരികയും ചെയ്യുന്നു. ഒന്നിൽ അവർ കൊണ്ടുവരും, ഇല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ആംബുലൻസ് വിടും, നമ്മൾ എടുത്തുകൊണ്ട് വരും. അപ്പോൾ ഫാദർ, എനിക്ക് ഒരു സംശയം. ഈ പോലീസുകാർ അറിയിച്ചിട്ട് നമ്മൾ പോയി എടുക്കുമ്പോൾ തീർച്ചയായും അതൊരു നിയമത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയാണ്. പക്ഷെ അതല്ലാതെ വളണ്ടിയർമാർ, ഇപ്പൊ നമ്മളെ പോലെയുള്ള വളണ്ടിയർമാർ, ഇപ്പൊ ഫാദർ രണ്ടാമത് പറഞ്ഞ ഉദാഹരണത്തിലുള്ള വളണ്ടിയർമാർ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ലീഗലായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലേ? ഉണ്ട്. NGOയിൽ വർക്ക് ചെയ്യുന്നവർ നമ്മളിപ്പോൾ ഒരു അൺനോൺ ആയിട്ടുള്ള പേഷ്യൻറ്റിനെ നമ്മൾ റോഡിൽ നിന്ന് എടുക്കുമ്പോഴത്തേനും ആ പേഷ്യൻ്റ് എവിടെയാണോ കിടക്കുന്നത് ആ പോലീസ് സ്റ്റേഷൻ, അതിൻ്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഇൻഫോം ചെയ്യുന്നു. അപ്പം പോലീസുകാരോട് നമ്മൾ പറയുന്നു, ഇപ്പം നമ്മളിപ്പം ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ ഒരു പേഷ്യൻറ്റിനെ കണ്ടു, ആ വ്യക്തിക്ക് ആ പേഷ്യൻറ്റിനെ ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ അതിനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വ്യക്തിക്ക് ആധാർ കാർഡോ ഒന്നുമില്ല. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് പോലീസിൽ ഇൻഫോർമേഷൻ ചെയ്യുക, പോലീസിൽ പറയുക എനിക്ക് ലെറ്ററിൻ്റെ ഒരു കോപ്പിയുണ്ട്, ആ ലെറ്ററിൻ്റെ കോപ്പി ഞാൻ അയച്ചു തരുന്നു, എന്നെ വിളിക്കുക, ഞാൻ ആ ലെറ്ററിൻ്റെ കോപ്പി അയച്ചു തരുന്നു. ആ കോപ്പി ആ പോലീസ് സ്റ്റേഷനിൽ കാണിച്ചു കഴിഞ്ഞാൽ അവർ ആ ഒരു ലെറ്റർ നമ്മുടെ ആശ്രമത്തിൻ്റെ പേരിൽ ഉണ്ടാക്കി തരും. അപ്പോൾ ആ ഒരു ലെറ്ററുമായിട്ടാണ് നമ്മൾ ഇവിടെ വരേണ്ടത്. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ഇവിടെ അഡ്മിറ്റ് ആയ പേഷ്യൻറ്റിനെ എല്ലാം നമ്മൾ ലോക്കൽ ബദലാപൂർ കുൽഗാവ് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഇൻഫർമേഷൻ ചെയ്യും. 2 സ്റ്റെപ്പാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ വളണ്ടിയറിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ലെറ്ററിന്റെ ഒരു കോപ്പി അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും. ലെറ്ററിന്റെ ഒരു കോപ്പി നമ്മുടെ മൊബൈലിൽ ഇടുന്നത് നല്ലതായിരിക്കും. അത് കാണിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ നമുക്ക് അതേ ലെറ്റർ ആ ഡേറ്റ് വെച്ച് ഉണ്ടാക്കി തരും. അഥവാ അവരങ്ങനെ തരാൻ
തയ്യാറായില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവര് പോലീസുകാർ ചിലപ്പോൾ അവർ തയ്യാറായില്ല, പരിചയമില്ലാത്ത ചിലപ്പോൾ ചില പോലീസുകാരൊക്കെ ചിലവര് ഒട്ടുമിക്ക ഒരു 80% തയ്യാറായില്ലെങ്കിൽ ആ പേഷ്യന്റിനെ ഞങ്ങൾ വന്ന് തയ്യാറാകാത്ത സ്ഥിതിക്ക് ഞങ്ങൾ അവിടെ വന്ന് പേഷ്യന്റിനെ കാണും. ആ പേഷ്യന്റിനെ കണ്ടതിന് ശേഷം ആ പേഷ്യന്റിനെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരും, നമ്മുടെ ബദ്രാപൂർ സ്റ്റേഷനിൽ കൊണ്ടുവരും. അപ്പൊ ഇവിടെ നമ്മൾ ഇൻഫർമേഷൻ ചെയ്യും. ഇവിടുത്തെ എനിക്ക് തോന്നുന്നു പോലീസ് സ്റ്റേഷനിൽ ഫാദറിന് വളരെ നല്ല പരിചയം കാര്യങ്ങളാണെന്ന് തോന്നുന്നു. നല്ല സഹകരിക്കുന്ന പോലീസുകാരാണെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞത് പോലീസുകാരുടെ വർക്കാണ്, അതാണ് നമ്മൾ ഏറ്റെടുത്ത് അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ വർക്കിനോട് താല്പര്യം കാണിക്കണം. അപ്പൊ ഇവിടെയുള്ള ഭൂരിഭാഗം പേഷ്യൻസും എങ്ങനെയാണ്? അവരുടെ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പറ്റുന്നവരാണോ ഭൂരിഭാഗം, അതല്ലാത്തവരാണോ, അത് വളരെ ക്രിട്ടിക്കൽ ആയവരാണോ? ആ ഒരു കോമ്പോസിഷൻ എങ്ങനെയാണ്? ഇവിടെ നമുക്ക് വേണമെങ്കിൽ 3 ആയിട്ട് വേണം തിരിക്കാം. ഒന്ന്, ഒരു 40% നമ്മുടെ ഒരു സഹായം വേണം. അവരെ കുളിപ്പിക്കണം, അവർക്ക് ഭക്ഷണം വാരി കൊടുക്കണം, അവരുടെ എല്ലാ കാര്യവും നമ്മൾ ചെയ്യണം. കാരണം അവർ ബ്ലൈൻഡാണ്, അവർക്ക് ഹാൻഡിക്യാപ്ഡ് ആണ്, അവർക്ക് സ്വയമേ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഒരു 40%. പിന്നെ ഒരു 30% ഒരു സെമിയാണ്. അവരുടെ ഒരു കൈ പാരലൈസ് ആണ്, ഹാഫ് പാരലൈസ് ആണ്, പക്ഷേ അവർക്ക് ഒരു കൈ കൊണ്ട് കഴിക്കാം. ഒരു 30%. ഒരു 30% അവർക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ബെറ്റർ ആയവരുണ്ട്. മറ്റുള്ളവർക്ക് മുഴുവൻ നമ്മുടെ സഹായം ആവശ്യമാണ്, പരസഹായം ആവശ്യമാണ്. ഒരു 50% ആൾക്കാർക്ക് നമുക്ക് പരസഹായം ആവശ്യമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരെ സഹായിക്കാനും കുറെ വളണ്ടിയർമാരായിട്ട് ഇവിടെ ആൾക്കാർ വേണമല്ലോ. വേണം. അതോ ഈ കഴിയുന്ന 30% സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവർ ഇവരെ സഹായിക്കുമോ? അവരെ നമ്മൾ അതിന് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? അതോ എങ്ങനെ? തീർച്ചയായിട്ടും ഈ 30% ബെറ്റർ ആയവര് അവർ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ ഓരോരോ വർക്കുകൾ ഇവിടെ പിടിക്കുന്നു, ചെയ്ത് ഏറ്റെടുക്കും, അവർ സ്വയമേ ചെയ്യുക. അപ്പൊ അതിനകത്ത് അവർ മറ്റുള്ളവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. അങ്ങനെ ഈ 30%. ബാക്കി അവരെ സഹായിക്കാനാണ് ശരിക്കും പറഞ്ഞു ഇവിടെ ഉള്ള ഒരു 8-10 സ്റ്റാഫ് ഉള്ളത്. അവരും കൂടെ കൂടി ഒന്നും ചെയ്യുക. തീരെ വയ്യാത്തവരെ കഴിയാവുന്നവർ സഹായിക്കും. അത് വളരെ നല്ല കാര്യം. അതുപോലെ ഇവിടെയുള്ള ഈ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ ആരോഗ്യപരമായിട്ട് ഒരുപാട് ചെലവുകളും അതിന്റെ ഡോക്ടർ സേവനങ്ങളും നഴ്സിന്റെ സേവനങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതെങ്ങനെയാണ് ഫാദർ ഇവിടെ അറേഞ്ച് ചെയ്യുന്നത്? ഇവിടെ നമുക്കൊരു ഡോക്ടർ ഡോംബിവലിൽ നിന്ന് വരുന്നുണ്ട്, ഒരു ലേഡി ഡോക്ടർ, പിന്നെ നേഴ്സുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നിന്ന് അവരുടെ മെഡിക്കൽ യൂണിറ്റ് ഇവിടെ എത്തും. കൽവ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവിടെ ഒരു ഡോക്ടർ അവർ വിടും. പിന്നെ നമ്മുടെ ഉല്ലാസ് നഗറിൽ നിന്ന് നമ്മുടെ ഗ്രാമീൺ ഹോസ്പിറ്റൽ ഇവിടെ നിന്നൊക്കെ മെഡിക്കൽ ക്യാമ്പുകൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അറേഞ്ച് ചെയ്യും. ഇവൻ TBയുടെ HIV അതൊക്കെ ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്യും. അപ്പോൾ ഈ സാംക്രമിക രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഐസൊലേഷനും കാര്യങ്ങളും അങ്ങനെയുള്ള ഫെസിലിറ്റീസ് നമ്മൾ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ റോഡിൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇവരുടെ HIV, ഇവരുടെ ഹെപ്പറ്റൈറ്റിസ്, ഇവരുടെ HCV, ഈ പകരുന്ന അസുഖങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. TB ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇവിടെ അഡ്മിറ്റ് ആക്കുന്നത്. ഇപ്പം ഒരാൾക്ക് എടുത്ത് TB ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ. അതുപോലെ ഈ ഇവിടെ അഡ്മിറ്റ് ആവുന്ന ആൾക്കാരിൽ എത്ര ശതമാനം ആൾക്കാരെ പിന്നെ അവരുടെ ബന്ധുക്കൾ ഏറ്റെടുക്കുന്നുണ്ട്? അതോ ഇവിടെ വരുന്നവരൊക്കെ ഇവിടെ തന്നെ അവസാനം വരെ? ഇവിടെ വരുന്ന ഒരു 70% ആൾക്കാരും അവർ മാനസികപരമായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് അവരുടെ അഡ്രസ്സോ ഒന്നും പറയാൻ ശേഷിയില്ലാത്തവരാണ്. അതുകൊണ്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. മറിച്ച് ഒരു 20% അതിനകത്ത് അവർക്ക് അഡ്രസ്സ് അവരുടെ ഓർമ്മയിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അത് നമ്മൾ ട്രേസ് ചെയ്യുന്നു, നമ്മൾ അങ്ങനെ റീയൂണൈറ്റ് ചെയ്യുന്നു അവരെ. പിന്നെ ഫാദറിനോട് ചോദിക്കാനുള്ളത്, താങ്കൾ ഇതൊരു വലിയൊരു സേവനമാണ് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ താങ്കളുടെ ഒരു പശ്ചാത്തലം അറിയാനും നമ്മുടെ ആൾക്കാർക്ക് താല്പര്യമുണ്ടോ? ഫാദർ എവിടെയാണ് പഠിച്ചത്? ഫാദറിന്റെ നാട് എവിടെയാണ്? അങ്ങനെയുള്ള കാര്യങ്ങൾ. എൻ്റെ കേരളത്തിൽ എറണാകുളം ജില്ലയിലെ കുത്താട്ടുകുളത്താണ് എൻ്റെ വീട്. ഞങ്ങൾ ഇവിടെ 2008 ഞാൻ അച്ഛനായത്. അച്ഛനായതിനു ശേഷം 2013 ബോംബെയിൽ വന്നതാണ്. ബോംബെയിൽ വന്ന് ഇവിടെ ഒരു മിഷൻ, ഇവിടെ ഒരു ആവശ്യം, എവിടെ ചെന്നാലും നമ്മൾ ഈ പേഷ്യൻ്റെയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ആഗ്രഹത്തോടു കൂടെ വന്നപ്പോഴത്തേനും ഇവർക്കായിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എവിടെ ചെന്നാലും ഇവരെയാണ് കാണുന്നത്. അപ്പോൾ ഇവർക്കായിട്ട് 1-2 പേരെയൊക്കെ എനിക്ക് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടേയാക്കാം. അതൊരു ചെറിയ കാര്യമായിട്ട് അതിനേക്കാളും കുറച്ചും കൂടി ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം വന്നതുകൊണ്ട്, ദൈവം പ്രചോദിപ്പിച്ചതുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ ഒരു സെൻറ്ററിൽ ഇവിടെ 200ഓളം പേരുണ്ട്. അപ്പം ഇനി നമ്മൾ മുന്നോട്ടുള്ളൊരു ലക്ഷ്യം, ഇപ്പോഴും ഓരോ ദിവസവും എനിക്ക് 4-5 കോള് വരുന്നുണ്ട്. അപ്പം ഇവർക്കെല്ലാം നമ്മുടെ ഈ ആശ്രമത്തിൻ്റെ ഒരു ലക്ഷ്യം, ആര് വിളിച്ചാലും നോ എന്ന് പറയരുത്. അതാണ് നമ്മുടെ ലക്ഷ്യം. ഫാദറിന്റെ ഫാമിലിയൊക്കെ നാട്ടിലാണ്. പിന്നെ
വളരെ കോൺട്രവേഴ്ഷ്യലായ എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ ഒരു എപ്പോഴും ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയമാണ്. പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ മിഷണറീസിനൊക്കെ കുറിച്ച് ആൾക്കാർ പറഞ്ഞു പരത്തുന്ന ഒരു കാര്യം, അവർക്ക് കാശൊന്നും ആവശ്യമില്ല, അവർക്കൊക്കെ ഒരുപാട് ഫോറിൻ ഫണ്ട് വരുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ശരിക്കും ഇതിൻ്റെ ഫണ്ട് വരുന്നത്? അതിനകത്ത് നമുക്ക് എത്രമാത്രം ട്രാൻസ്പാരൻസിയും കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടെന്നുള്ളത്? ഇത് നമ്മുടെ സെൻറ്റ് ക്ലാരറ്റ് മേഴ്സി ഫൗണ്ടേഷൻ്റെ ഇതിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചാരിറ്റി കമ്മീഷൻ, ബോംബെ ചാരിറ്റി കമ്മീഷന് കീഴിലാണ് ഇത് വരുന്നത്. നമ്മൾ ഇവിടെ ഒരു പൈസ പോലും പുറത്തുനിന്നില്ല, വിദേശ ഫണ്ടുകൾ ഒന്നും വരുന്നില്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. പക്ഷേ ഇവിടെ നമുക്കിവിടെ വരുന്നത്, ഇവിടെ വന്ന് കണ്ട ആൾക്കാർ ഈ മനുഷ്യരെ കണ്ടതിന് ശേഷം ഇവിടെ ഇപ്പം 40ഓളം പേര് അവർ ജോലി ചെയ്യുന്നു. അവരുടെ 1% അല്ലെ 2% എല്ലാ മാസവും 1-നും 5-നും ഇടയ്ക്ക് ഇവിടെ ഈ ട്രസ്റ്റിലോട്ട് അയച്ചു തരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഒരു മാസത്തെ ഇവിടുത്തെ ഡെയിലി കാര്യങ്ങളെല്ലാം ഓടുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ലോക്കലായിട്ട് തന്നെ ആൾക്കാർ ഇവിടെ സഹായിക്കുന്നു. ഒരു 30-40ഓളം പേര് എല്ലാ മാസവും. അവർ ആദ്യം ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യുന്നത് ഇവർക്ക് അയച്ചു കൊടുക്കുകയാണ്. പിന്നെ ഫാദർ, നമുക്ക് ചോദിക്കാനുള്ള വേറെ അവസാനത്തെ ഒരു ചോദ്യം, നമ്മുടെ ഒരു മലയാളി സമാജം എന്നുള്ള നിലയിൽ ഇവിടുത്തെ മലയാളികൾക്കും ഇവിടുത്തെ സമാജത്തിനും ഈ ഒരു പ്രസ്ഥാനത്തിനു വേണ്ടി നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ സഹകരിക്കാൻ പറ്റും? ഫാദറിൻ്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? തീർച്ചയായിട്ടും. ഇത് നമ്മൾ ഒരു വ്യക്തി തന്നെ ചെയ്യുന്നൊരു പരിപാടിയല്ല, ഇത് കൂട്ടായ്മയിൽ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇവിടെ എല്ലാവരും ഇവിടെ കിച്ചണിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് വോളണ്ടിയേഴ്സ് അവർ തന്നെ വരുന്നു. പിന്നെ ഇവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി വോളണ്ടിയേഴ്സ് ഉണ്ട്, അവർ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരത്തിൽ വരുന്നു. ഇവിടുത്തെ ഓരോ കാര്യത്തിനും വോളണ്ടിയേഴ്സ് ഇവിടെ വന്ന് അവർ രാവിലെ ആരും അറിയാതെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, അവരിവിടെ വന്നു. ഇതൊരു ശുശ്രൂഷയാണ്. ഇവിടെ മതമില്ല, ഇവിടെ വേറെ ഒന്നുമില്ല, ലാംഗ്വേജ് ഇല്ല. ഇവിടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാരുണ്ട് ഇവിടെ. അപ്പം തീർച്ചയായിട്ടും മലയാളി അസോസിയേഷൻ ഇവിടെ അവർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ പീരിയോഡിക്കലായിട്ട് ഇവർക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാം, ഇവരെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാം, നിങ്ങളുടെ എല്ലാ ആഘോഷങ്ങളിൽ ഇവരെ പങ്കുചേരുക, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നമുക്ക് ആ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ 5-6 പേര് വന്ന് ഇവിടുത്തെ ക്ലീനിങ്ങുകളൊക്കെ നമുക്ക് കുറച്ച് ചെയ്യാം. അപ്പോൾ അതൊക്കെ എല്ലാം ഒരു രീതി ഇവിടെ ഒരു സഹായമാണ്. അപ്പോൾ അങ്ങനെ ചെറിയ രീതി തുടങ്ങി കഴിയുമ്പോഴത്തേനും പിന്നെ നമുക്ക് ഇതിനോട് ചേർന്ന് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഈവൻ നമ്മൾ കുറച്ചും കൂടെ ലാർജറായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് രാവിലെ ഈ ഒരു സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഇവിടെ ടാറ്റായിൽ ഫുഡ് കൊടുക്കുന്നൊരു ഇതുണ്ട്, റോഡിലിരിക്കുന്നവർക്ക് ഫുഡ് കൊടുക്കും. അപ്പോൾ അതിനകത്ത് സഹായിക്കാൻ രാവിലെ ഇവിടെ വരിക, നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകും, നമ്മൾ റോഡിലിരിക്കുന്ന എല്ലാവർക്കും കൊടുക്കും. റോഡിൽ ഇവിടുന്ന് 6 മണിയാകുമ്പോൾ പോകും. എല്ലാ ദിവസവും പോവല്ല, നമ്മൾ മാസത്തിൽ ഇപ്പോൾ 2 പ്രാവശ്യം ചെയ്യും നമ്മുടെ ഒരു സാഹചര്യം അനുസരിച്ച്. അപ്പോൾ അതിനകത്ത് നമുക്കിവിടെ വന്ന് എല്ലാ പച്ചക്കറിയൊക്കെ ഇതൊക്കെ അരിഞ്ഞ് തന്ന് അത് മാസത്തിൽ 2 ദിവസം നമുക്ക് നമുക്ക് ഇവിടുന്ന് നമ്മളിവിടുന്ന് വണ്ടി നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ മലയാളി അസോസിയേഷനകത്ത് 30 പേര് 50 പേരുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 3 പേര് ആഴ്ചയിൽ ഒന്ന് വെച്ച് പോകത്തക്ക രീതിയിൽ ആ 3 ആഴ്ച നമുക്ക് തിരിച്ചു കൊടുക്കുന്നു. ഇപ്പം 4 ആഴ്ച ഉണ്ടെങ്കിൽ ആ ഒരു 4 ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. ആ ഒരു ഗ്രൂപ്പ് വരുന്നു, ഇവിടെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നു, അതുമായിട്ട് രാവിലെ നമ്മൾ പോകുന്നു. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഭക്ഷണം കൊടുത്ത് ബോംബെ കൂടെ പോകുമ്പോഴത്തേനും തിരിച്ചു പോരുമ്പോഴത്തേനും നമുക്ക് 2-3 പേഷ്യനെ കിട്ടും. അങ്ങനെ നമുക്ക് പേഷ്യൻ അങ്ങനെയാണ് ആദ്യകാലങ്ങളിൽ ഞങ്ങൾ എടുത്തുകൊണ്ടിരുന്ന പേഷ്യൻ. നമ്മുടെ നാട്ടിലെ പൊതിച്ചോറ്, ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു രീതിയിലാണ് നടക്കുന്നത്. അത് ഓരോ മേഖലയിൽ നിന്ന് ഓരോ ദിവസം പോയിട്ട് എല്ലാ ദിവസവും എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും അവർ ഉച്ചയ്ക്ക് ഭക്ഷണം എത്തിക്കുന്നുണ്ട്. തീർച്ചയായും നമുക്ക് പിന്നെ നമ്മുടെ ഈ ബർത്ത്ഡേ സെലിബ്രേഷനും അതുപോലെ നമ്മുടെ ആനിവേഴ്സറി, അതുപോലെ ഈ മരിച്ചയാളുടെ ശ്രാദ്ധത്തിനൊക്കെ അന്നദാനം ചെയ്യുക എന്നുള്ള ഒരു സങ്കല്പം ഹിന്ദു മതത്തിലും മറ്റൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പരിപാടികളും നമുക്ക് ഇവിടെ വെച്ച് നടത്താൻ പറ്റുമോ? അതെങ്ങനെയാണ്? തീർച്ചയായിട്ടും നടത്താം. ഇപ്പോൾ ഇവിടെ നമ്മൾ എല്ലാവരും വെൽക്കം ചെയ്യുവാണ്. ഇപ്പം ആരും നമ്മൾ ഇന്ന ആൾ വരണ്ട അങ്ങനെയില്ല. ഇവിടെ നമ്മൾ ആര് വന്നാലും അവരെ വെൽക്കം ചെയ്യുവാണെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ നമുക്ക് ഇവിടെ വന്ന് സെലിബ്രേറ്റ് ചെയ്യാം. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ഇവിടെ വരുന്ന എല്ലാവരും അവർ പറയുന്ന എന്നോടൊരു ഇതാണ്, അവരുടെ ഒരു ബർത്ത്ഡേക്കോ ഒരു കല്യാണത്തിനോ ഒരു സമയത്ത് ഞങ്ങൾക്ക് പരിചയമുള്ളവരെ മാത്രം ഞങ്ങൾ വിളിക്കുന്നതിനകത്ത് അർത്ഥമില്ല. അവർ തന്നെ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് പലപ്പോഴും. ഞങ്ങൾക്കിത് ആരും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ആദ്യം ഫുഡ് കൊടുത്തിട്ട് അപ്പോൾ ഞങ്ങളുടെ മക്കളുടെ കല്യാണം നടത്തും. അപ്പോൾ എനിക്കത് വളരെ സന്തോഷമായിട്ട് തോന്നി. കാരണം അവർക്ക് ഭയങ്കര വലിയ പണക്കാരായിരിക്കാം, അവർ വലിയ രീതിയിൽ കല്യാണം നടത്തും, കുഴപ്പമില്ല. പക്ഷേ അതിന് മുമ്പ് അവരിവിടെ വന്നാൽ ഇവരെയും കൂടെ ഓർത്തതിന് ശേഷം നമുക്ക് നമ്മുടേതായ രീതിയിലൊക്കെ നമുക്ക് ആഘോഷിക്കാം. അപ്പോൾ അതിനകത്ത് ഇവരെയും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ടോ ഇല്ലെന്നുള്ളതാണ് നമ്മുടെ ഒരു
താങ്ക് യു ഫാദർ. വലിയൊരു നന്ദി ഇത്തിരി സമയം നമുക്ക് തന്നതിന്. നമുക്ക് ഒരു പ്രത്യേകിച്ച് നിങ്ങളോട് പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം നിങ്ങൾ മലയാളി അസോസിയേഷൻ ബദലാപ്പൂർ നിങ്ങളെല്ലാവരും ഇത്രയും പേര് 10, 30, 40 പേര് ഇവിടെ എത്തി ഒരു പേഷ്യൻറ്റിനെ എടുത്തുകൊണ്ട് വന്നു ബദലാപ്പൂർ ആദ്യം. അതിനുശേഷം ഇവർക്കായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും സംഗതികളൊക്കെ ക്രമീകരിച്ചു, മുന്നോട്ടുള്ള സഹായങ്ങളൊക്കെ ഓഫർ ചെയ്തു. അപ്പം പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, ഏതായാലും അച്ഛൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടുകാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ അനാവശ്യത്തിനും ആവശ്യത്തിനും ഒരുപാട് പൈസ അവിടെ ഇവിടെയും ചിലവാക്കുന്നുണ്ട്. പക്ഷേ ആ പൈസ ആവശ്യമുള്ളവരായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ ജീവിക്കുന്നുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ ആഘോഷങ്ങളും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇപ്പം ശ്രാദ്ധത്തിന് അന്നദാനം കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന പല വിശ്വാസികളുമുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, അത് ഇവിടെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ സെൻറ്റ് ക്ലാരറ്റ് ആശ്രമവുമായി സഹകരിക്കാം. ഈ വീഡിയോയിൽ ഇത്രമാത്രം. നന്ദി.